ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. പ്രത്തോറിയം. കർത്താവിനെ കയ്യാഫാസിൻ്റെ ഭവനത്തിൽ നിന്ന് അവർ റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. റോമൻ ഗവർണർമാർ അന്ന് പലസ്തീനായിൽ താമസിച്ചിരുന്നത് മധ്യതിരണ്യാഴിയുടെ തീരത്തുള്ള കേസരിയ മരിത്തിമയിലാണ്. പ്രധാന ദിവസങ്ങളിൽ, തിരുനാളുകളിൽ ഒക്കെയാണ് അവർ ജെറുസലേമിലേക്ക് കയറുക. ജെറുസലേമിൽ വന്നാൽ അവർക്ക് താമസിക്കാൻ 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് പഴയ ഹെറോദോസിൻ്റെ കൊട്ടാരം, ഇന്ന് ജാഫ ഗേറ്റിനടുത്ത് കാണുന്ന ടവർ ഓഫ് ഡേവിഡ്, അതിനടുത്തുള്ള സ്ഥലം. രണ്ടാമത്തേത് അന്തോണിയൂസ് കോട്ട, അത് റോമാക്കാരുടെ സ്ഥലമാണ്. ഹസ്മൊണയൻ രാജാക്കന്മാർ ദേവാലയഗിരിയുടെ വടക്ക് ഭാഗത്ത് ബെതെസ്ത കുന്നിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഭാഗമാണെന്ന് കണ്ട് അവിടെ ശക്തിപ്പെടുത്താനായിട്ട് ഈ കോട്ട പണിയുന്നു. ഹെറോദോസ് രാജാവ് ദേവാലയം പുതുക്കി പണിതപ്പോൾ അതിൻ്റെ ഒപ്പം ഈ കോട്ടയും വലിയ കൊട്ടാരം പോലെ പുതുക്കി പണിയുന്നുണ്ട്. അതിൻ്റെ 4 അതിരുകളിലും ഓരോ ടവറുകൾ നിശ്ചയിക്കുന്നു. ഇതിൻ്റെ തെക്ക് കിഴക്കേ ടവർ ഒരല്പം ഉയരം കൂട്ടിയിട്ടാണ് പുള്ളി പണിയുക. ജോസഫുസ് ഫ്ലാവിയൂസ് പറയുക, മറ്റ് 3 ടവറുകളും 25 മീറ്റർ ഉയരമായിരുന്നെങ്കിൽ ഇതിന് 35 മീറ്റർ ഉയരമായിരുന്നു. കാരണം അവിടെ നിന്ന് ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം വരെ നിർമ്മാണത്തിൽ നടക്കുന്നതെല്ലാം വീക്ഷിക്കാനായിട്ട് ഹെറോദോസിന് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദർ ഹെറോദോസിനെ വെറുത്തിരുന്നു. ഈ അന്റോണിയസ് ഫോർട്രസ്സാണ് ദേവാലയത്തിലേക്കുള്ള ഏക ആക്സസ്. 70 ടൈറ്റസ് ജെറുസലേം ദേവാലയം കീഴടക്കാൻ വരുമ്പോൾ അവസാനം ചെയ്യുന്നത് ഈ അന്റോണിയസ് കോട്ട തകർത്ത് അതിൻ്റെ മീതയിലൂടെ റാമ്പ് ഉണ്ടാക്കിയിട്ടാണ് ദേവാലയത്തിലേക്ക് കടക്കുന്നതും അവിടെ തീയിട്ട് നശിപ്പിക്കുന്നതും. ഹെറോദോസ് രാജാവാണ് ഇതിന് തൻ്റെ സുഹൃത്തായിട്ടുള്ള മാർക്ക് ആൻ്റണിയുടെ പേര് നൽകുന്നത്. അതുകൊണ്ട് പെസഹ തിരുനാളിൽ ദേവാലയഗിരിയിൽ കലാപമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഗവർണർ അവിടെയായിരുന്നിരിക്കണം താമസിച്ചിരുന്നത്. അവിടേക്കാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് കർത്താവിനെ കൊണ്ടുവരുന്നത്. ഇന്ന് ആ സ്ഥലം എൽ ഒമറിയെ മുസ്ലിം സ്കൂളാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഫ്രാൻസിസ്കൻസ് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എന്ന് പറഞ്ഞാൽ പഴയ പ്രത്തോറിയത്തിൻ്റെ പ്രധാന ഹാൾ, കർത്താവിനെ വിചാരണ നടത്തുന്ന സ്ഥലം. കർത്താവിന് വിചാരണ നടത്താനായിട്ട് സെൻഹദ്രീൻ സംഘം കർത്താവിനെതിരെ കണ്ടെത്തിയത് അവൻ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള കുറ്റമാണ്. പക്ഷേ പീലാത്തോസിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇവൻ റോമിനെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നു, നികുതി കൊടുക്കുന്നതിനെ എതിർക്കുന്നു, സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു. പീലാത്തോസിനറിയാം അവർ അസൂയ മൂലമാണ് അവനെ കൊണ്ടുവന്നതെന്ന്. അവൻ്റെ ഭാര്യ ക്ലൗദിയ പ്രോക്കുള അവന് കത്തയച്ചിരുന്നു, ആ നീതിമാൻ്റെ രക്തത്തിൽ നിനക്ക് പങ്കുണ്ടാകരുതെന്ന് പറഞ്ഞ്. പക്ഷെ പീലാത്തോസിന് ഇതൊന്നും സാധ്യമായില്ല. അവൻ ആദ്യം അവൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു. പിന്നെയും ബഹളം കൂടിയപ്പോൾ ഹെറോദോസിൻ്റെ അടുത്തേക്ക്, ഗലീലിയൻ എന്നറിഞ്ഞപ്പോൾ ഹെറോദോസിൻ്റെ അടുത്തേക്ക് വിട്ടു. അവനും ശിക്ഷിക്കാതെ തിരിച്ചു വന്നപ്പോൾ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞു. വീണ്ടും അവനെ രക്ഷിക്കാനായിട്ട് ബറാബാസിൻ്റെ തന്ത്രമിറക്കി. അതും നഷ്ടപ്പെട്ടപ്പോൾ കൈ കഴുകി അവനെ യഹൂദർക്ക് വിട്ടുകൊടുക്കുകയാണ് പീലാത്തോസ് ചെയ്യുന്നത്. പീലാത്തോസിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുക, അധികാരപ്രമത്തനായിരുന്നു. തൻ്റെ സ്ഥാനവും അധികാരവും നഷ്ടപ്പെടുത്താതിരിക്കാൻ, നീതിമാനെ രക്ഷിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിട്ടും അതിന് കഴിയാതെ പോയൊരു ദുർബലൻ. പ്രത്തോറിയൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നൊരു വെല്ലുവിളിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഹൃദയങ്ങളും നിഷ്കളങ്ക രക്തത്തിനെതിരെ കുറ്റം വിധിക്കുന്ന ഇടങ്ങളാകുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തി നോക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.